പത്തരമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ജലജയാണെങ്കിൽ എൻട്രി ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ പുതിയൊരു വേഷവും ആളും ഒക്കെ മാറി ജലജയാണെങ്കിൽ നല്ല കുറച്ചും കൂടെ തൻ്റെ ഇടവും ഒക്കെ ആയിട്ടൊക്കെ നമ്മളെ അനന്തപുരി തറവാടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ ജലജയാണെങ്കിൽ നേരെ നമ്മളെ മുത്തശ്ശിൻ്റെ അടുത്ത് മുത്തശ്ശി അടുത്താണ് പോകുന്നത്. പോയിട്ടാണെങ്കിൽ പറയുന്നുണ്ട്, ഇത് കണക്ക് ഇനിയെങ്കിലും അവന്തികയുടെയും അനിയുടെയും വിവാഹം നടത്തണം. ഇനിയിപ്പോൾ അനാമികയായിട്ടെല്ലാം ഡിവോഴ്സും കാര്യങ്ങളും ആയല്ലോ, പിന്നെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഇനി എന്തായാലും ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ അവനെ നിർബന്ധിച്ചിട്ട് ഒരു കാര്യങ്ങളും ഇനി ചെയ്യിക്കുന്നില്ല. അവനെ നിർബന്ധിച്ച് എന്തായാലും ഒരു കല്യാണം നടത്തി ഇപ്പോൾ ഈ ഒരു ഡിവോഴ്സ് വരെ ആയില്ലേ, അതുകൊണ്ട് അവൻ്റെ ജീവിതവും ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എന്തായാലും അവനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ അത് മാത്രമേ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ജലജ പറയുന്നുണ്ട്, അവനിക്ക് എന്താ ഉദ്ദേശം, അവനിക്കാണെങ്കിൽ നന്ദുവിനെയല്ലേ ഇഷ്ടമുള്ളത്, അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആണല്ലോ എന്നൊക്കെ നമ്മൾ ജലജയാണെങ്കിൽ പറയുന്നുണ്ട്. അപ്പം നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇപ്പം എന്താ അവന്തികയ്ക്ക് ഇപ്പം അനി അല്ലെങ്കിൽ വേറെ നല്ലൊരു പയ്യനെ കിട്ടുമല്ലോ, ഇപ്പം അനിയെ തന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ ജലജയാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് നേരെ പോകുന്നുണ്ട്, നമ്മളെ നയനയടുത്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പം നയനയടുത്ത് ചെന്നിട്ടാണെങ്കിൽ പറയുന്നുണ്ട്, നിന്റെ അനിയത്തിക്ക് വേറെ ആരെയും കിട്ടത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അനിയെ തന്നെ വേണമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ നയന പറയുന്നുണ്ട്, അതിപ്പം എൻ്റെ അമ്മയ്ക്കും അച്ഛനിക്കും ഒന്നും ആർക്കും ഇഷ്ടമല്ലല്ലോ അനിയാണ് കല്യാണം കഴിക്കുന്നതിൽ അവർക്കൊട്ടും താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ ജലജ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നവീനിക്ക് കല്യാണം കഴിച്ചു കൊടുത്തൂടെ, നവീനാണെങ്കിൽ അവളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതപ്പം നയന പറഞ്ഞത്, അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ നയന തിരിച്ച് നല്ല മറുപടി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഒരുപാട് നന്ദുവിനെയൊക്കെ ഒരുപാട് കുറ്റമൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നയന പറയുന്നുണ്ട്, അപ്പച്ചി എന്തായാലും പറയുന്നതൊക്കെ ഒന്ന് നിർത്തുന്നതിന് വല്ലതും വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും അപ്പച്ചിയുടെ കാര്യമൊന്നും എനിക്കറിയാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ, അപ്പച്ചിയെക്കുറിച്ച് ആർക്കും അറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ പിന്നെ ജലജ ചോദിക്കണം, നിനക്ക് എന്താടി അറിയാം, നീ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ നവ്യ പറയുന്നുണ്ട്, അപ്പച്ചിക്കാണെങ്കിൽ ഈ അഭിനന്ദികയും അല്ലാതെ ഇനി മക്കളായിട്ട് ഒരാളും കൂടെ ഇല്ലയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മളെ ജലജയാണെങ്കിൽ ആകെ ഷോക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇതെങ്ങനെ അറിയാമെന്നൊക്കെ വിചാരിച്ച് ആകെ ഒരു ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അവന്തികയും ഇത് കേൾക്കുന്ന സമയത്താണെങ്കിൽ അവന്തികയും ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവന്തിക വയ്ക്കുന്നത് മൂന്നാമതൊരാളോ, എന്താ അമ്മ നയനടുത്ത് പറയുന്നതൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നയന പറയുന്നത്, അതിപ്പോൾ എന്തായാലും ഞാൻ നിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ അമ്മയുടെ കാര്യങ്ങളൊക്കെ പറയണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ നയനെ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ജലജയാണെങ്കിൽ ആകെ ടെൻഷനായി നിൽക്കുക കേട്ടോ. ഇവളെ ഇതെങ്ങനെ അറിയാം, ഇവിടെ മറ്റാർക്കും അറിയാത്ത രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവക്ക് എങ്ങനെ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജലജയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ നാഗേന്ദ്രനും വല്ല ഇവിടെ അടുത്ത് പറഞ്ഞായിരിക്കും, ഇനി നാഗേന്ദ്രനും ഇവരുമായിട്ട് ഇനി എന്തെങ്കിലും അടുപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ, എങ്ങനെയെങ്കിലും ഞാൻ അയാളെ തന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കിയതെന്ന് പറഞ്ഞാൽ വേറൊരു പെണ്ണുങ്ങളുമായിട്ട് ഇങ്ങനെ അവിഹിതവും കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അയാളെ തന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കി വിട്ടത്. ഇനി അയാളെങ്ങാണ് ഇനി ഈ കഥകളൊക്കെ ഇവരടുത്ത് പറഞ്ഞു കാണുമോ എന്നൊക്കെ ഉള്ളൊരു പേടി നമ്മളെ ജലജയുടെ മനസ്സിലുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ജലജ ചിന്തിക്കുന്നുണ്ട്, ഓ ഞാനിനി എന്താ ചെയ്യുക, ഇനി എൻ്റെ മക്കളും ഒക്കെ ഈ വീട്ടുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ എന്നെ ഏത് മുഖത്തോടായിരിക്കും അവരിനി എന്നെ നോക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് അന്ന് പറ്റിയൊരു അബദ്ധമായി പോയല്ലോ എന്നൊക്കെ ഉള്ള ചിന്തയുണ്ട്. എങ്ങനെ പറ്റാതിരിക്കുന്നത്, എനിക്കാണെങ്കിൽ അന്നൊക്കെ നല്ല സൗന്ദര്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ പിന്നെ ഞാനിങ്ങനെ അറിയാതെ തെറ്റൊക്കെ ചെയ്തു പോയെന്നൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ നമ്മൾ ജലജയുടെ മനസ്സിൽ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ജലജയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കാഴ്ച നമ്മൾ നയന കാണുന്നുണ്ട്. അപ്പം നയന പറയുന്നത്, എന്തായാലും ഞാനൊരു ഏറെ എറിഞ്ഞ് നോക്കിയതാണ്, അതെന്തായാലും നല്ല രീതിയിൽ അപ്പച്ചിക്ക് കൊണ്ടെന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും സത്യാവസ്ഥ ഇതിനകത്ത് ഇല്ലാതെ അപ്പച്ചി എന്തായാലും ഇത്രയ്ക്കും ടെൻഷൻ അടിച്ച് അപ്പച്ചി നടക്കാനും പോകുന്നില്ല എന്നൊക്കെ നമ്മൾ നയന ഇങ്ങനെ ചിന്തിച്ചിട്ട് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ കാര്യം ഞാൻ ഉടനെ ഞാൻ ആദർശേട്ടൻ്റെ അടുത്ത് പറയട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മൾ നയനയാണെങ്കിൽ നേരെ പോകുന്നുണ്ട് കേട്ടോ ആദർശിൻ്റെ അടുത്ത്. എന്നിട്ട് ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആദർശേട്ടാ ഞാൻ ഇന്ന് അപ്പച്ചിക്ക് ഇങ്ങനെ ഏറെ എറിഞ്ഞ് നോക്കി, പക്ഷേ അതെന്തായാലും കൊള്ളേൻ്റെ അടുത്ത് തന്നെ കൊണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ആദർശ് ചോദിക്കുന്നത്, അതെന്താ നയന നീ എന്താ അപ്പച്ചി അടുത്ത് പറഞ്ഞതെന്നൊക്കെ നമ്മൾ ആദർശ് ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്നത്, അതെന്താ നീ വേറെ കാര്യം ചോദിച്ചത്, അതല്ല ആദർശേട്ടാ ഞാൻ പറഞ്ഞ അപ്പച്ചി അടുത്ത് അപ്പച്ചിക്ക് അവന്തികയും അതുപോലെ അബിയും അല്ലാതെ ഇനി ഒരാളും കൂടെ ഇല്ലേ മക്കളായിട്ടെന്നൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട സമയത്ത് നമ്മൾ അപ്പച്ചിയാണെങ്കിൽ ആകെ ഷോക്കായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ആദർശ് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അങ്ങനെ ചോദിച്ചു, അങ്ങനെ ചോദിക്കാൻ എന്താ കാരണം എന്നൊക്കെ ചോദിക്കുന്ന സമയത്തല്ല, അപ്പച്ചിയാണെങ്കിൽ ഇവിടുന്ന് നാഗേന്ദ്രനെ ഇവിടെ മോശമായ ഒരാളായിട്ട് ചിത്രീകരിച്ചാണല്ലോ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്. അപ്പം ആ ഒരു മോശമായ ഒരു സ്വഭാവം അപ്പച്ചിക്ക് കാണുമല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. കാര്യം അപ്പച്ചി കൂടെ ആണെങ്കിൽ പുറത്ത് മീറ്റപ്പും എന്നൊക്കെ പറഞ്ഞ് പോകുന്നതല്ലേ, അപ്പം എവിടെ പോകുന്നത് എന്താണെന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ചുമ്മാ ഒന്ന് എടുത്തിട്ട് നോക്കിയത്. എന്തായാലും ആ ഒരു ഇത് കേട്ടപ്പോൾ തൊട്ട് അപ്പച്ചി ആകെ ടെൻഷനില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് നല്ലതുപോലെ ഒന്ന് അന്വേഷിക്കണം ആദർശേട്ടാ, എന്നാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പച്ചി നാഗേന്ദ്രനും തമ്മിലുള്ള എന്താ പ്രശ്നം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആദർശ് പറയുന്നുണ്ട്, എന്നാൽ ശരി നമുക്ക് അതിനെക്കുറിച്ച് എന്തായാലും ഒന്ന് അന്വേഷിച്ചിറങ്ങാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ നയന പറയുന്നുണ്ട്, എന്തായാലും
അപ്പച്ചിയുടെ ഫോണൊക്കെ നമുക്കൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കിയാലോ, അപ്പം നമുക്കറിയാമല്ലോ അപ്പച്ചി ആരെയൊക്കെയാണ് വിളിക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ എന്നൊക്കെ പറയുന്നു. അപ്പം ആദർശ് പറയുന്നത് എന്നാൽ ശരി നമുക്ക് ഇനി അങ്ങനെ തന്നെ നമുക്ക് അത് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് അപ്പച്ചിയും നാഗേന്ദ്രനുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദർശ് നയനയാണെങ്കിൽ അങ്ങനെ ഇപ്പം ഇനി നമ്മൾ ആദർശ് നയനയാണെങ്കിൽ നമ്മൾ ജലജയുടെ പിന്നിൽ തന്നെ എന്തായാലും ഉണ്ട്. എൻ്റെ സത്യാവസ്ഥകൾ എന്തായാലും കണ്ടുപിടിച്ചിട്ട് ഇനി നമ്മൾ ആദർശ് നയനയെ അടങ്ങത്തുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിൽ അവർ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെയാണ് വരാൻ പോകുന്ന എപ്പിസോഡുകൾ. അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.